സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് പേർ ഫോളോവേഴ്സ് ഉള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും അതിലെ ജോലിക്കാർ 68 ലക്ഷത്തോളം രൂപ പല തവണകളായി മോഷ്ടിച്ചു കൊണ്ടുപോയെന്നറിഞ്ഞപ്പോൾ ദിയയും കുടുംബവും ഒന്നടങ്കം ഞെട്ടുകയായിരുന്നു. ദിയ തന്റെ വിവാഹ തിരക്കുകളിലേക്കും അതിനുശേഷമുള്ള യാത്രകളിലും പിന്നാലെ ഗർഭിണിയായതുമൊക്കെ മുതലെടുത്തായിരുന്നു 3 ജോലിക്കാരുടെ ഈ തട്ടിപ്പ്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തു തന്നെ ആരംഭിച്ച സ്റ്റോറിൽ വിലക്കുറവിലും ക്വാളിറ്റിയിലും ആഭരണങ്ങൾ മാത്രമല്ല സാരികളും ദിയയുടെ സ്റ്റോറിലൂടെ വിറ്റിരുന്നു. എന്നാൽ രാവിലെ കടയിലേക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ മുതൽ ജോലിക്കാർ തട്ടിപ്പ് തുടങ്ങുകയായിരുന്നു. QR കോഡ് മറച്ചുവെച്ചും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും ഒക്കെയാണ് ജോലിക്കാർ തട്ടിപ്പ് നടത്തിയത്. തുടർന്ന് ജോലിക്കാരുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇത്രയും വലിയൊരു തുകയുടെ തട്ടിപ്പ് കൃഷ്ണകുമാറും കുടുംബവും കണ്ടെത്തിയത്. അപ്പോഴേക്കും ജോലിക്കാർ വലിയ ഇരുനില വീടടക്കം പണിയുകയും ചെയ്തിരുന്നു. എന്നാൽ ദിയ ഇപ്പോഴും താമസിക്കുന്നത് വാടകയ്ക്ക് ഫ്ളാറ്റിലാണ് എന്നതാണ് അതിലെ ഏറ്റവും വലിയ മറ്റൊരു ട്വിസ്റ്റ്. സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നിട്ടും വീടിന്റെ പാലുകാച്ചിന് പോലും ദിയയെ ക്ഷണിക്കുകയോ ഒരു വാക്ക് പറയുകയോ പോലും ഇവർ ചെയ്തിരുന്നുമില്ല. കഴിഞ്ഞ 5-6 മാസത്തിനിടയിലാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയത്. ഇരുനില വീട് പണിതൊക്കെ ദിയ കാണുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മോഷണത്തിന്റെ വ്യാപ്തി തിരിച്ചറിയുമോ എന്ന ഭയമായിരുന്നു ദിയയെ ക്ഷണിക്കാത്തതിന് പിന്നിലെ കാരണം. ഗർഭിണിയായതിന്റെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം ബിസിനസ്സിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ തളർന്നു കിടന്നുപോയ ദിവസങ്ങളായിരുന്നു ദിയയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ. ആ കാലയളവിലാണ് OBOCയിൽ 3 പേർ ചേർന്ന് ഈ തട്ടിപ്പ് നടത്തിയത്. കടയിൽ വരുന്നവർക്ക് പണമടയ്ക്കാൻ ദിയാകൃഷ്ണ QR കോഡ് പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് പണിമുടക്കി എന്ന് പറഞ്ഞ് കടയിൽ മുൻപ് നിന്നിരുന്ന യുവതികൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുവാൻ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുകയായിരുന്നു. എന്നാൽ അക്കൗണ്ടിന്റെ പേര് ദിയയുമായോ അവരുടെ ബ്രാൻഡുമായോ ബന്ധമില്ലെന്ന് കണ്ടതും കസ്റ്റമേഴ്സിൽ ചിലർക്ക് സംശയം തോന്നി ദിയയെ ബന്ധപ്പെട്ടപ്പോഴുമാണ് തട്ടിപ്പിന്റെ യഥാർത്ഥ മുഖം തെളിഞ്ഞത്. തട്ടിപ്പ് നടത്തിയ 2 പേരും മുൻ ജീവനക്കാരാണെന്ന് ദിയ പിന്നാലെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മുൻ ജീവനക്കാരികളിൽ ഒരാൾ അവരുടെ ഫോൺ പേ അക്കൗണ്ട് പോലും OBOC എന്ന പേര് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. ഏറ്റവും കുറഞ്ഞത് 1000-ങ്ങളിൽ ആരംഭിക്കുന്ന തുകകളാണ് ഇത്തരത്തിൽ മറ്റാരുടെയോ അക്കൗണ്ടിൽ വന്ന് പതിച്ചത്. വിദേശത്തു നിന്നടക്കം ബൾക്കായി നിരവധി ഓർഡറുകൾ ദിയയ്ക്ക് ലഭിച്ചിരുന്നു. ഇതിലൂടെ വരുന്ന പണമാണ് തട്ടിപ്പുകാർ സ്വന്തമാക്കിയത്. തട്ടിപ്പുകാരെ കൈകാര്യം ചെയ്തു കഴിഞ്ഞു എന്ന് ദിയാകൃഷ്ണ ഒരാഴ്ച മുമ്പാണ് വെളിപ്പെടുത്തിയത്. ഓൺലൈൻ വഴിയും വാട്സാപ്പ് വഴിയും സ്വീകരിച്ച ഓർഡറുകൾ എത്രയും വേഗം ഉടമസ്ഥരിൽ എത്തിക്കുമെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കിയിരുന്നു. ഇത് താൻ അറിയാതെയുള്ള തട്ടിപ്പാണെന്ന് കസ്റ്റമേഴ്സിന് മനസ്സിലാക്കി കൊടുത്ത ദിയ അധികം വൈകാതെ തന്നെ പണം നൽകിയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് സാധനങ്ങൾ എത്തുമെന്നും പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.